ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ മെയിനായിട്ട് ചെയ്യൽ ഈ വണ്ടികൾ, യൂസ്ഡ് വണ്ടികളുടെ വീഡിയോസാണ്. അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടി എടുക്കേണ്ട സമയത്ത് എവിടെ നിന്ന് എടുക്കും, എങ്ങനെ എടുക്കും, ആരെടുത്ത് നിന്ന് എടുക്കും എന്നുള്ള പല കൺഫ്യൂഷനും ഉണ്ടാവും. ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നതാണെങ്കിൽ ഒരുപാട് പറ്റിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ വല്ല OLX അല്ലെങ്കിൽ വല്ല മാർക്കറ്റ് പ്ലേസിലൊക്കെ തപ്പിയാൽ നമുക്ക് ജസ്റ്റ് ഫോട്ടോസേ കാണാൻ പറ്റുള്ളൂ, ഏതൊരു വണ്ടീൻ്റെ സെക്കൻഡ് യൂസ്ഡ് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മളെ വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് കാണിച്ചു തരും. അപ്പോൾ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ആദ്യമേ കിട്ടും. മറ്റേ നമ്മളൊരു ഫോട്ടോ കണ്ടിട്ട് പോകുമ്പോൾ അതിൻ്റെ അത്ര ഒരു ക്ലാരിറ്റി നമുക്ക് മനസ്സിലാവില്ല, ഇതിൻ്റെ ഒരു ഫുള്ള് ഇതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ നേരിട്ട് പോയാലേ നമുക്ക് വേണോ വേണ്ട തന്നെ നേരിട്ട് പോയാലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഉറപ്പിക്കുക വണ്ടി കാണണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഉപകാരപ്രദം എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളിന്ന് എന്തായാലും എത്തിയിട്ടുള്ളത് നമ്മുടെ വാനമ്പാടിയിലാണ്. കാവുംപുറത്തുനിന്ന് നമ്മുടെ പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ കാവുംപുറത്താണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷനിലേക്ക് നേരെ പോകാം. ഇന്ന് വളരെ കുറവാണ് വണ്ടി, നിലവിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ബാക്കിയുള്ള 2 വണ്ടികളാണ് നമ്മൾ കാണിക്കുന്നത്. ഇനിയും വണ്ടികൾ ഗോഡൗണിൽ പണി എടുത്തുകൊണ്ട് കിടക്കുകയാണ്, പണിയിലാണ്. നിലവിൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള 2 വണ്ടികൾ കാണിച്ചു തരാം. 2 വണ്ടികളാണ് നിലവിലുള്ളത്. അത് ആദ്യം കാണിക്കുന്നത് 2 നമ്മുടെ തിരൂരത്തെ വണ്ടികൾ തന്നെയാണ്. തിരൂർ KL 55 രജിസ്ട്രേഷൻ വരുന്ന വണ്ടികൾ തന്നെയാണ്. ഇത് KL 55 AB. ഇത് 2 കസ്റ്റമറേക്ക് നിർത്തിയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. നമ്മളോട് കൊടുത്തിട്ട് വേറെ ബോഡി അടിക്കലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കും, അതല്ല പണി കഴിപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. പക്ഷേ ഈ വണ്ടികൾ പണി കഴിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും ഒരു ദിവസം ഡിലേ ഉണ്ടാവും. അപ്പോൾ അതും കഴിഞ്ഞിട്ടാവും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. 2019 മോഡലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്. എല്ലാ ഫിറ്റിങ്സും എല്ലാ വർക്കുകളും കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഒരു തുരുമ്പോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. ജസ്റ്റ് ഈ പ്ലാറ്റ്ഫോം ഒന്ന് കാണിച്ചു കൊടുത്തത്. അത് നമുക്ക് അതിൻ്റെ ഒരു വൃത്തി കാണുന്നത് മണ്ണാണ്, ചെളിയാണ്, എല്ലാ തുരുമ്പും കാര്യങ്ങളൊന്നുമല്ല. നല്ല സീറ്റാണ്, നല്ല ഇൻറ്റീരിയറാണ്, നല്ല വുഡ് വർക്കാണ്, നല്ല പെയിൻറ്റിംഗ് ആണ്. തിരൂർ തന്നെ KL 55 AB രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2019 മോഡൽ വണ്ടിയാണ്. എല്ലാ ഫിറ്റിങ്സും ഉണ്ട്. സൈഡ് ബമ്പറുകളാണെങ്കിലും റോഡ്സിൻ്റെ ഓണാണെങ്കിലും അതുപോലെ വീൽ കപ്പ്, ബാക്ക് ബമ്പർ, എല്ലാ സംവിധാനങ്ങളും ഉള്ള വണ്ടിയാണ്. സ്റ്റിക്കർ വർക്ക് അടക്കം ചെയ്ത് കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 2,20,000 നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നിലവിലുള്ള കളക്ഷനിലെ 2ാമത്തെ വണ്ടി ഇത് KL 55 AC രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2020 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമ്മുടെ തിരൂർ വണ്ടി തന്നെയാണ്. ഇതെനിക്ക് പേഴ്സണലി അറിയുന്ന വണ്ടിയാണ്, എൻ്റെ നാട്ടിൽ ഓടിയുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിൽ പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇതും ഫുള്ള് ബോഡി അഴിച്ച് പണിയെടുക്കാൻ നിൽക്കുകയാണ്. അതല്ല, ഈ കണ്ടീഷനിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പണി കഴിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു കണ്ടീഷനിൽ എടുക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും ബോഡി അടിക്കാനൊന്നും ആയിട്ടില്ല. ഒരുപാട് ഇനിയും ഓടാൻ പറ്റുന്ന വണ്ടിയാണ്. 2020 മോഡൽ. അപ്പോൾ ഇനി ഇത് പോരാ, നമുക്കൊന്നും കൂടെ കുട്ടപ്പനാക്കണം എന്നുള്ളൊരു താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പണി കഴിപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ തരുന്നതാണ്. പേപ്പർ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ. അതിലൊന്നും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ക്ഷേമതീൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം അതൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടുന്ന് ക്ലിയർ ആക്കി തരും. നമുക്ക് അതിൻ്റെ ഒന്നും ഭാഗത്ത് ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇവിടെ വരേണ്ടി വരില്ല. ഇപ്പോൾ 2020 മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടി പ്രൈസ് എന്ന് പറയുന്നത് 2,10 നെഗോഷ്യബിൾ ആണ്. ഇനി നമ്മൾ പണി എടുപ്പിച്ച് വരുമ്പോൾ റേറ്റിൽ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ആ ഒരു റേറ്റിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരുന്നതാണ്. ഇതിൽ ഈ ഒരു കണ്ടീഷനാണ് നിലവിലുള്ളത്. മറ്റേ വണ്ടി കാണിച്ചതുപോലെ ഒരുപാട് ഫിറ്റിങ്സ് ഒന്നും വന്നിട്ടില്ല, എന്നാൽ ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു. ബാക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരുപാട് വണ്ടികൾ ഗോഡൗണിൽ കിടക്കുന്നുണ്ട്, പണിയിൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാനമ്പാടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.